Hi all, welcome back to the channel. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ്റെ കാറ്റഗറി കോഡ് 114/2016 ആണ്. പ്രീവിയസ് വീഡിയോയിലും സെയിം കാറ്റഗറി കോഡ് തന്നെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ മച്ച് ബെറ്റർ അപ്രോച്ച് ടു എസ്റ്റാബ്ലിഷ് ദ ബേസ് URL ഈസ് ടു യൂസ് ഡാഷ് എ ബേസ് എലമെൻറ്റ്, ഹെഡ് എലമെൻറ്റ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ്. ബേസ് എലമെൻറ്റ്, ബേസ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഒരു HTML സാധാരണ ടാഗ് ഉണ്ടല്ലോ, ബേസ് HTML എലമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ബേസ് URL സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആട്രിബ്യൂട്ട് ഓഫ് ടെക്സ്റ്റ് ബോക്സ് കൺട്രോൾ അലോ ടു ലിമിറ്റ് ദ മാക്സിമം ക്യാരക്ടർ? ഓപ്ഷൻ എ സൈസ്, ഓപ്ഷൻ ബി LEN, ഓപ്ഷൻ സി മാക്സ് ലെങ്ത്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഹെഡ് ഓഫ് സെഷൻ കമ്പ്യൂട്ടർ സയൻസ് പോളിടെക്നിക്കിലും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മാക്സിമം ക്യാരക്ടേഴ്സിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് മാക്സ് ലെങ്ത് ആണ്. മാക്സ് ലെങ്ത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഫോൾസ് റിഗാർഡിംഗ് കുക്കീസ്? Cookies are programs which run in the background of the web client. Cookies have the potential of being used to violate the privacy of users. Cookies are very helpful in keeping track of users, in developing online shopping cart application, personalized portal, and in advertising on websites. Option D, cookies cannot contain more than 4 KB of data. അപ്പോൾ ഇതിനകത്ത് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കുക്കീസ് ആർ പ്രോഗ്രാംസ് വിച്ച് റൺ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ വെബ് ക്ലയൻറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോൾസ് എന്ന് പറയുന്നത്. കുക്കീസ് പ്രോഗ്രാംസ് അല്ല, പകരം എന്താണ്? കുക്കീസ് ബ്ലോക്ക് ഓഫ് ഡേറ്റയാണ്. നമ്മുടെ വെബ് സെർവർ എപ്പോഴാണോ നമ്മുടെ ഒരു യൂസർ ഒരു വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുക, ആ സമയത്ത് യൂസേഴ്സ് കമ്പ്യൂട്ടറിൽ സെർവർ പ്ലേസ് ചെയ്യുന്ന ബ്ലോക്ക് ഓഫ് ഡേറ്റയാണ് നമ്മുടെ കുക്കീസ് എന്ന് പറയുന്നത്. കുക്കീസ് പ്രോഗ്രാം അല്ല. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? ഓപ്ഷൻ എ, an XML document can have one root element. An XML document can have one child element. XML element have to be lowercase, all of the above. അപ്പം ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആൻ XML ഡോക്യുമെൻറ്റ് ക്യാൻ ഹാവ് വൺ റൂട്ട് എലമെൻറ്റ് എന്നുള്ളതാണ്. റൂട്ട് എലമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ആൻ FTP പ്രോഗ്രാം യൂസ്ഡ് ഫോർ? Option A, transfer files to and from internet server. Option B, designing a website. Option C, connecting to the internet. Option D, none of the above. അപ്പം ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ FTP എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. അപ്പോൾ FTP പ്രോഗ്രാംസ് ഇൻ്റർനെറ്റ് സെർവറിൽ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടായിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ, ട്രാൻസ്ഫർ ഫയൽസ് ടു ആൻഡ് ഫ്രം ദി ഇൻ്റർനെറ്റ് സെർവർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്: the output of XML document can be viewed in option A, word browser, option B, web browser, option C, notepad, option D, none of the above. അറിയാലോ, വെബ് ബ്രൗസറിലാണ് XML ഡോക്യുമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക. സോ ഓപ്ഷൻ ബി, വെബ് ബ്രൗസറാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഡേറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ളത്, നോക്കാം. എ ഡാഷ് ഈസ് എ സെറ്റ് ഓഫ് കോളം ദാറ്റ് ഐഡൻറ്റിഫൈസ് every row in a table. Every row. Option A, composite key. Option B, candidate key. Option C, foreign key. Option D, super key. ആൻസർ എന്ന് പറയുന്നത് സൂപ്പർ കീ ആണ്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ആൻസർ തോന്നുന്നത് കാൻഡിഡേറ്റ് കീ ആയിരിക്കും, പക്ഷേ കാൻഡിഡേറ്റ് കീയുടെ കളക്ഷനായിട്ട് വരുന്നത് നമ്മുടെ സൂപ്പർ കീ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ എടുത്ത് പറയുന്നുണ്ട്, സെറ്റ് ഓഫ് കോളംസ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പം സൂപ്പർ കീ ആണ് is a set of column that identifies every row in a table. സൂപ്പർ കീയിലാണല്ലോ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സുകൾ ഉണ്ടാവുക, അല്ലേ? ഒന്ന് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പം കോളംസ് ആയി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദ മെയിൻ ടാസ്ക് carried out in the dash is to remove repeating attribute to separate tables.
ഓപ്ഷൻ എ ഫസ്റ്റ് എൻഎഫ്, ഓപ്ഷൻ ബി സെക്കൻഡ് എൻഎഫ്, ഓപ്ഷൻ സി തേർഡ് എൻഎഫ്, ഓപ്ഷൻ ഡി ഫോർത്ത് എൻഎഫ്. ഇപ്പോൾ നോർമൽ ഫോംസിൽ ഏതാണ് റിപ്പീറ്റിംഗ് ആട്രിബ്യൂട്ട്സുകൾ റിമൂവ് ചെയ്യാനായിട്ട് ഉള്ള നോർമൽ ഫോം ഏതാ, അല്ലെങ്കിൽ അതിനെ റിപ്പീറ്റിംഗ് ആട്രിബ്യൂട്ട്സ് കളയാനായിട്ട് ഏത് നോർമൽ ഫോമാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഫോർത്ത് നോർമൽ ഫോം എന്ന് പറയുന്നത് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി അലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഫോർത്ത് നോർമൽ ഫോം ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരാം, ഫോർത്ത് എൻഎഫ്. ഫോർത്ത് എൻഎഫ് ഡസ് നോട്ട് അലോ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഡാഷ് കമാൻഡ് ക്യാൻ ബി യൂസ്ഡ് ടു മോഡിഫൈ എ കോളം ഇൻ എ ടേബിൾ. ഒരു ഓപ്ഷൻ എ ഓൾട്ടർ, ഓപ്ഷൻ ബി അപ്ഡേറ്റ്, ഓപ്ഷൻ സി സെറ്റ്, ഓപ്ഷൻ ഡി ക്രിയേറ്റ്. ഏതായിരിക്കും? ഒരു കോളത്തിനെ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമാൻഡ് ഓൾട്ടർ ആണ് അല്ലേ. അപ്പം ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, മോഡിഫൈ കോളം എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ കൊടുക്കുക. അപ്പം കമാൻഡ് ഓൾട്ടർ എന്നുള്ളതാണ്, ഓൾട്ടർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സിൻടാക്സ് ഫോർ വ്യൂസ് വേർ വി ഈസ് ദ വ്യൂ നെയിം? Option A, create view as query name. Option B, create query expression as view. Option C, create v as query expression. Option D, create view query expression. അപ്പോൾ വ്യൂ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ് വ്യൂ എന്ന് എഴുതുക, അത് കഴിഞ്ഞിട്ട് വ്യൂ നെയിം കൊടുക്കുക. അതാണ് വ്യൂ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ വി ആണ്. അത് കഴിഞ്ഞിട്ട് എന്താണോ നമ്മുടെ ഏത് എക്സ്പ്രഷൻ്റെ വ്യൂ ആണോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ എക്സ്പ്രഷൻ കൊടുക്കുക, ക്വറി എക്സ്പ്രഷൻ കൊടുക്കുക. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ക്രിയേറ്റ് വ്യൂ നെയിം അല്ലെങ്കിൽ വി ആസ് ക്വറി എക്സ്പ്രഷൻ എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട് ഇൻ എ റിലേഷൻ ഈസ് കോൾഡ് ആസ് ഇറ്റ്സ് ഡാഷ്. കാർഡിനാലിറ്റി, എൻറ്റിറ്റി, ടപ്പിൾസ്, ഡിഗ്രി. അപ്പോൾ ഇത് ഒരു വിധം പഠിച്ചിട്ടുള്ളവർക്ക് എപ്പോഴും ഡൗട്ടായിരിക്കും, കാർഡിനാലിറ്റി ആണോ ഡിഗ്രി ആണോ എന്നുള്ള ഡൗട്ടായിരിക്കും. ആട്രിബ്യൂട്ട്സിൻ്റെ എണ്ണമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ മാറിപ്പോകണ്ട, എന്താണ് ആട്രിബ്യൂട്ട്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ കോളത്തിൻ്റെ എണ്ണമാണെങ്കിൽ അത് എന്തായിരിക്കും? ഡിഗ്രി ആയിരിക്കും. നമ്പർ ഓഫ് റോസിൻ്റെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ അത് കാർഡിനാലിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പം കോളം എത്രയുണ്ട് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എത്രയുണ്ട് അതിൻ്റെ എണ്ണം എപ്പോഴും ഡിഗ്രിയിലായിരിക്കും സ്പെസിഫൈ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഡേറ്റ ഡിപ്പെൻഡൻസി അലൗസ്. Option A, sharing the same database by several applications. Option B, in extensive modification of applications. Option C, no data sharing between applications. Option D, elimination of several application program. അപ്പോൾ ഡേറ്റ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് സെവറൽ ആപ്ലിക്കേഷൻസിൽ ഒരേ ഡേറ്റാബേസ് തന്നെ യൂസ് ചെയ്യുന്നു, ബട്ട് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, അതാണല്ലോ കൺസെപ്റ്റ്. അപ്പം ഓപ്ഷൻ എ ആണ്, ഷെയറിംഗ് ദ സെയിം ഡേറ്റാബേസ് ബൈ സെവറൽ ആപ്ലിക്കേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്, ഇഫ് എവറി നോഡ് യു ഇൻ ജി ഈസ് adjacent to every other node v in G, a graph is said to be dash, isolated, finite, complete, strongly connected. എന്തായിരിക്കും? ഒരു നോഡ്, ഒരു ഗ്രാഫിലുള്ള ഒരു നോഡ് ബാക്കി എല്ലാ നോഡുകളുമായിട്ടും കണക്ഷൻ വന്നിട്ടുണ്ട് എങ്കിൽ അതിന് നമ്മൾ പറയാം കംപ്ലീറ്റ് ഗ്രാഫ് എന്നായിരിക്കും അല്ലേ, കംപ്ലീറ്റ് ഗ്രാഫ്. അപ്പം ആൻസർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്, കംപ്ലീറ്റ്. ഓപ്ഷൻ സി കംപ്ലീറ്റ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എ സിറ്റുവേഷൻ വെൻ ഇൻ എ ലിങ്ക്ഡ് ലിസ്റ്റ് സ്റ്റാർട്ട് ഈക്വൽ ടു നൾ is dash, അണ്ടർഫ്ലോ, ഓവർഫ്ലോ, ഹൗസ്ഫുൾ, സാച്ചുറേറ്റഡ്. ആക്ച്വലി ഹൗസ്ഫുൾ, സാച്ചുറേറ്റഡ് എന്നുള്ള ടേമൊന്നും നമ്മൾ ഡേറ്റ സ്ട്രക്ചറിൽ ലിങ്ക്ഡ് ലിസ്റ്റുമായിട്ട് പഠിക്കുന്നില്ല. അണ്ടർഫ്ലോ, ഓവർഫ്ലോ ഉണ്ട്. അണ്ടർഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോഡ് ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? അത് അണ്ടർഫ്ലോ ആയിരിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ സ്ട്രക്ചർ കനോട്ട് സ്റ്റോർ ദ നോൺ ഹോമോജീനസ് ഡേറ്റ എലമെൻറ്റ്? ഓപ്ഷൻ എ അറേ, ഓപ്ഷൻ ബി റിക്കോർഡ്, ഓപ്ഷൻ സി പോയിന്റർ, ഓപ്ഷൻ ഡി സ്റ്റാക്ക്. അപ്പോൾ ഇവിടെ നോൺ ഹോമോജീനസ് ഡേറ്റ എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത ഡേറ്റ സ്ട്രക്ചറാണ് ചോദിച്ചിട്ടുള്ളത്. അറേസിൽ നമുക്ക് ഹോമോജീനസ് ആയിട്ടുള്ള ഡേറ്റ എലമെൻറ്റ്സേ പറ്റുള്ളൂ, നോൺ ഹോമോജീനസ് സപ്പോർട്ട് ചെയ്യില്ല. റിക്കോർഡ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ടൈപ്സ് പറ്റും, നോൺ ഹോമോജീനസ് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. PSCയുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, അറേസ് ആണ്. സ്റ്റാക്കിലും സെയിം കൺസെപ്റ്റ് തന്നെയാണ്, പക്ഷേ PSCയുടെ ആൻസർ തന്നിട്ടുള്ളത് അറേസ് എന്ന് തന്നെയാണ്, അറേസ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ റിക്വയർഡ് കണ്ടീഷൻ ഫോർ ബൈനറി സെർച്ച് അൽഗോരിതം?
Option A, the list must be sorted. Option B, there should be direct access to the middle element in any sublist. Option C, there must be a mechanism to delete and or insert elements in the list. Option D, none of the above. ഇപ്പോൾ ബൈനറി സെർച്ച് ആണ്. നമ്മൾ ഓൾറെഡി സെർച്ച് അൽഗോരിതംസ് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും ഉണ്ട്. ബൈനറി സെർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. അവിടെ ലിസ്റ്റ് സോർട്ടഡ് ആയിരിക്കണമെന്നും മിഡിൽ എലമെൻറ്റിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യണമെന്നും അതിന് വേണ്ടിയിട്ട് നമ്മൾ മിഡിലിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ബൈനറി സെർച്ച് അൽഗോരിതം ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോട്ട് ദ റിക്വയർഡ് കണ്ടീഷനാണ്. കണ്ടീഷൻ അല്ലാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ദർ മസ്റ്റ് ബി എ മെക്കാനിസം ടു ഡിലീറ്റ് ആൻഡ് ഓർ ഇൻസേർട്ട് എലമെൻറ്റ്സ് ഇൻ ദ ലിസ്റ്റ്. ദാറ്റ് ഈസ് നോട്ട് ദ റിക്വയർഡ് കണ്ടീഷൻ ഫോർ ബൈനറി സെർച്ച് അൽഗോരിതം. Then അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ക്ലോസസ് used in ISO 9001 to specify quality software requirement. ഓപ്ഷൻ ബി ആയിട്ടുള്ള 20 ആണ്. 20 ക്ലോസസ് ആണ് നമ്മുടെ ISO 9001 ഏതിന് വേണ്ടിയിട്ടുള്ളത്? സോഫ്റ്റ്വെയർ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത് 20 ക്ലോസസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ സൈസ് മെട്രിക്? ഓപ്ഷൻ എ LOC, ഓപ്ഷൻ ബി ഫങ്ഷൻ കൗണ്ട്, ഓപ്ഷൻ സി പ്രോഗ്രാം ലെങ്ത്, ഓപ്ഷൻ ഡി സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സൈസ് മെട്രിക് അല്ലാത്തതാരാണ്? നമ്മുടെ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി സൈസ് മെട്രിക് അല്ല. അതേസമയം ലൈൻ ഓഫ് കോഡ് ആയാലും ഫങ്ഷൻ കൗണ്ട് ആയാലും പ്രോഗ്രാം ലെങ്ത് ആയാലും ഒക്കെ സൈസ് മെട്രിക്കിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി എന്താണ്? ഒരു പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി എന്നുള്ള ടേം ഉള്ളത്. CC എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് നമ്മൾ ഇതിനു മുന്നേ തന്നെ ഒരു പ്രോബ്ലത്തിൽ പഠിച്ചിട്ടുണ്ട്. E - V+2 എന്നാണ് അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇത് പ്രധാനമായിട്ട് നമ്മുടെ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ചെയ്യുന്നത്. വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ പാർട്ടായിട്ടാണ് CC കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം സൈസ് മെട്രിക് ആയിട്ട് എടുക്കുന്ന ആളല്ല ആര്? നമ്മുടെ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി. ഈ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻസിൽ പല ടെക്നിക്കൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യനിലും കണ്ടിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോബ്ലം ദാറ്റ് ത്രെട്ടൺ ദ സക്സസ് ഓഫ് എ പ്രോജക്റ്റ് ബട്ട് which has not yet happened. ഓപ്ഷൻ എ ബഗ്, ഓപ്ഷൻ ബി എറർ, ഓപ്ഷൻ സി റിസ്ക്, ഓപ്ഷൻ ഡി ഫെയിലുവർ. അപ്പോൾ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതാണെങ്കിൽ അതെന്തായിരിക്കും? റിസ്ക് ആയിരിക്കും അല്ലേ? റിസ്ക്. ദെൻ ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ 114/2016 എന്നുള്ള ക്വസ്റ്റ്യൻ പാർട്ട് ഡിസ്കഷൻ തീരുകയാണ്. പ്രീവിയസ് വീഡിയോസൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലാവും. ഇതേ കാറ്റഗറി കോഡിൻ്റെ തന്നെ ഇതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ യൂസ് ടെസ്റ്റിംഗ് റിലൈസ് ഓൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ബേസ്ഡ് ഓൺ ഓപ്ഷൻ എ മിക്സ്ചർ ഓഫ് കൺട്രോൾ സ്ട്രക്ചർ യൂസ്ഡ് ഇൻ ദ പ്രോഗ്രാം, ഓപ്ഷൻ ബി order in which the module execute, option C the way in which software will actually be used, option D user interface design standard. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂസ് ടെസ്റ്റിംഗ് റിലേ ചെയ്യുന്നത് എപ്പോഴും ഓപ്ഷൻ സി ആയിട്ടുള്ള ദ വേ ഇൻ വിച്ച് ദ സോഫ്റ്റ്വെയർ വിൽ ബി ആക്ച്വലി യൂസ്ഡ് എന്നുള്ള ആയിരിക്കും. നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പോകുന്നത് അത് വെച്ചിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂസ് ടെസ്റ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രീവിയസ് വീഡിയോയിൽ നോക്കുക. അടുത്ത ടെക്നിക്കൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.